ഹേ ഗായ്സ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പൊ ഇന്ന് ഒരു ഷോപ്പിംഗ് ഡേ ആണ്. നമ്മൾ കുറച്ച് ദിവസമായി എങ്ങോട്ടെങ്കിലും ഒന്ന് പോയിട്ട് ഈ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ എങ്ങും പോക്കില്ല. അതെ. പക്ഷെ ഇപ്പൊ 2 ദിവസമായിട്ട് നമ്മളെ കൊല്ലത്തൊക്കെ നല്ല വെയിലാണ്. ഇന്നലെ നമ്മൾ നല്ല അത്യാവശ്യം നല്ല കാലാവസ്ഥ, ഇപ്പൊ കുഴപ്പമില്ലാത്ത. അത് നമ്മൾ അങ്ങോട്ടും അങ്ങനെയാണെന്ന് വിചാരിക്കുന്നു. അതെ നമ്മളിനി കൊല്ലം കഴിയുമ്പോ ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ. ഇന്ന് ഫുഡ് അടി ആയിരിക്കും ഫുള്ളും കേട്ടോ. ഫുഡ് അടി മെയിൻ. കുറെ ദിവസം മഴയൊക്കെ ആയിട്ട് വീട്ടിൽ കുത്തിരിക്കലായിരുന്നു, ഫുഡ് അടി ഇല്ലായിരുന്നു. തീരെ വിശപ്പില്ല. വീട്ടിൽ ചെന്നിട്ട് ചോറ് വാങ്ങിച്ചിട്ട് ആ ചോറ് കഴിച്ചിട്ട് പിന്നെ രണ്ടാമത്തെ ചോറ് ചട്ടിക്കകത്തിട്ട് തിന്ന്. അത് കഴിഞ്ഞ് രാത്രി 2 പഴം, തണ്ണിമത്തൻ, പിന്നെയും ചിപ്സ് തിന്ന്. ഇതൊക്കെ എങ്ങോട്ട് പോകുന്ന വെച്ചാൽ എന്നെ പൊന്നു കഴിച്ച് എനിക്കറിയാൻ വയ്യ. ഇങ്ങനെയും വിശപ്പുണ്ടാവും. കൂടുതൽ ഇങ്ങനെ ഫുഡ് കഴിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അല്ല, കൊറേ കമന്റ് ഞാൻ കണ്ട്, ചേട്ടാ എത്ര നാളുകൊണ്ട് പറയുന്നു ചേച്ചി ഫ്രണ്ടിലിരിക്കണം. എനിക്ക് കംഫർട്ട് ബാക്കി ഇരിക്കുന്നതാ. ഈ സീറ്റ് ബെൽറ്റ് ഇടുമ്പോ എനിക്ക് വയറ് ഉറുകും, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അതിനോട് AC മുഖത്തടിക്കുന്ന ഞാൻ ഓഫ് ചെയ്ത് വെക്കും, അതിന് ഏട്ടൻ വഴക്ക് പറയും. പിന്നെ ബാക്കിലാകുമ്പോ എനിക്ക് കാലൊക്കെ നല്ല നീട്ടി വെച്ച് എനിക്ക് ബാക്ക് സീറ്റ് ആണ് കംഫർട്ട്. പറയണത് സീറ്റ് ബെൽറ്റ് ഇടണം. സീറ്റ് ബെൽറ്റ് ഇടുമ്പോ അവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇറുവും എന്നാണ്. സീറ്റ് ബെൽറ്റ് ഇടണം, അത് സേഫ് ആണ്. പക്ഷെ അവർക്ക് ഇത് അടിയിലത്തെ സാധനം ഭയങ്കര അതാണ് അവളെ ഫ്രണ്ട് ഇരിക്കാൻ മടിക്കുന്നത്. നല്ല തവള പച്ച. കൊള്ളാൻ തോന്നല്ലേ? ഒന്നുകൂടെ റീടേക്ക്. ഓ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊള്ളാമോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ആദ്യത്തെ ആ വൈറ്റും ബ്ലാക്കും ഇത് കൊടുക്കാം. ഓക്കെ, പച്ച ഇട്ട് നോക്കുന്നില്ലേ? പച്ച രസമില്ല. പ്രവീൺ ഒരു പാൻറ് ഓരോ പ്രാവശ്യം ഇടണ്ടല്ലേ പാൻറ്. സ്റ്റൈലിന്റെ അവസാനമാക്കുന്ന അമ്മച്ചി. കീറലിന് ഭയങ്കര വിലയാ. ഓരോ കീറലിനും പ്രത്യേക റേറ്റാ. നല്ല സ്റ്റൈലായിട്ടുണ്ട്. വഴിയിൽ നിർത്തി കരിക്ക് മേടിച്ചു കഴിച്ചു. മുറുവിന് കരിക്ക്. ഭയങ്കര വിശപ്പൊന്നും ഇല്ലാത്ത കുട്ടിയാട്ടോ, അതുകൊണ്ട് കരിക്ക്. എന്നാ ഇവിടെ ഫോണിൽ കളിക്കാതെ ഇതങ്ങോട്ട് പിടി. ഞാൻ ഒരു എക്സസൈസ് ചെയ്യാ. എക്സസൈസാ? അതെന്തിരി? ഫോൺ വഴിയൊക്കെ ഇപ്പൊ എക്സസൈസ് ഉണ്ടോ? ഇത് ആ എക്സസൈസ് അല്ല. ഞാൻ ഡൂലിംഗോ അപ്പോഴും ലാംഗ്വേജ് പഠിക്കുന്നില്ലേ, അതിന്റെ. ഡൂലിംഗോ അതെന്ത്? ഇതൊരു ഫ്രീ ലാംഗ്വേജ് ലേണിംഗ് ആപ്പാ. ഫ്രീ ആണ്, അപ്പം നമുക്ക് പേയ്മെന്റ് ഒന്നും കൊടുക്കണ്ട. ഫ്രീ ആയിട്ട് 40+4 ലാംഗ്വേജസും പഠിക്കാം. ഫ്രഞ്ച്, ജർമ്മൻ, ജപ്പാനീസ് പോലത്തെ ലാംഗ്വേജസ് നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കാം. എല്ലാം ഉണ്ട്. ഇതിന്റെ ഒരു പുതിയ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്റർമീഡിയറ്റ് ആയിട്ട് ഇംഗ്ലീഷ് കോഴ്സ് ചെയ്യാം. അത് നമ്മുടെ ബേസിക് ഇംഗ്ലീഷിനേക്കാളും ഇംഗ്ലീഷ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നിനക്ക് ഇംഗ്ലീഷ് പഠിക്കണ്ടേ? പിന്നെ ഇംഗ്ലീഷ് പഠിക്കണം. അപ്പൊ എല്ലാരും ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും. ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം, എന്നാലേ ഇമ്പ്രൂവ് ആവത്തുള്ളൂ. നിനക്കത് അല്ല, അതിനകത്ത് അഡ്വാൻസ്ഡ്, ബിഗിനിങ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് ഈസി ആയിട്ട് ഇപ്പൊ ഒന്നും അറിയാത്തവർക്ക് അതിനകത്ത് പഠിക്കാൻ പറ്റും. അതും ഫ്രീ അല്ലേ? അതാ. നമ്മൾ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്ന? ഇത് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഒക്കെ ഉണ്ട്. പോരാത്തിന് ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഒക്കെ പിൻ ചെയ്ത് കൊടുത്തേക്കാം. പോകുന്ന റൂട്ടിൽ കുറച്ച് ഫ്രഷ് മീനൊക്കെ കണ്ട് ഇവിടുന്ന് ഫ്രൈ ചെയ്ത് അടിച്ചിട്ട് പോയല്ലേ. ഡയറ്റ് ആണെങ്കിൽ ഒരു ദിവസമൊക്കെ അല്ലെങ്കിൽ ഡയറ്റ് ഒന്നുമില്ലല്ലോ. അതെ, ഫ്രൈ ചെയ്താൽ കഴിക്കാം. അവിടെ നിന്ന് കഴിക്കാം, ഇവിടെ നിന്ന് കഴിക്കാം. അത്ര ഫ്രഷാ. വാ, മീൽസ് കഴിച്ചോണ്ട് നമുക്ക് തുടങ്ങാൻ കേട്ടോ. വേറെ ഏത് മീനുണ്ട്? ആവോലിയാണോ? ആവോലി സൽമണ കേറൂ. ഞണ്ട്. ചമ്മന്തി ഉണ്ട്, കോവയ്ക്ക മെഴുക്കുവരട്ടയുണ്ട്, അവിയലുണ്ട്, ചീനയുണ്ട്, പായസമുണ്ട്, പുളിശ്ശേരി, രസം, സാമ്പാർ, മീൻകറി, പായസമുണ്ട്. പായസം വേണോ? എനിക്ക് വേണ്ട, ഞാൻ പായസം കുടിക്കില്ല. ഇതൊക്കെ എടുത്ത് എങ്ങോട്ട് വെക്കാം? പാൽക്കപ്പ. മുറുവിന് പാൽക്കപ്പ. ചോറ് പാൽക്കപ്പ ഇതിനു മുമ്പ് നമ്മൾ കഴിച്ചായിരുന്നു, ഓർമ്മ? അന്ന് തിരുവനന്തപുരം തേഞ്ഞതായിരുന്നു. അത് വളിച്ച പാൽക്കപ്പ. എല്ലാം തട്ട. മെഴുക്ക് പരട്ടെ അമ്മേ. സമ്മന്തി, ചീനി. ഗൈസ്, ഇത് ആവോലി ഫ്രൈ,
ഇത് കരിമീൻ ഫ്രൈ. കരിമീൻ ഫ്രൈ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി കേട്ടോ. സൂപ്പർ സാധനം കേട്ടോ. ആവോലി. ഓ മോനെ, രണ്ടും പൊളി. മറ്റേനെക്കാട്ടി ഇതാ പൊളി. എനിക്കിതാ ഇഷ്ടപ്പെട്ടു. പാൽക്കപ്പ വന്നിട്ടുണ്ട്. പാൽക്കപ്പ ഇതിന് ടേസ്റ്റ് ചെയ്ത് കൂടി. നമ്മൾ അന്ന് അവിടുന്ന് കഴിച്ചപ്പം ഇനി മേലാ കഴിക്കത്തില്ല എന്ന് വിചാരിച്ചൊരു സാധനമാണ് ഈ പാൽക്കപ്പ. അതിന് മണ്ടേ മീനും വെച്ചാ ആവോലി. ഓക്കെ, സൂപ്പർ അല്ലേ? ഞാനൊന്ന് കഴിച്ചു നോക്കിയായിരുന്നു കേട്ടോ. പാൽക്കപ്പ എനിക്ക് ഇഷ്ടം. നിനക്ക് ഇഷ്ടപ്പെടാ? സൂപ്പർ അല്ലേ? ഫുഡ് കഴിച്ചതിൻ്റെ ബില്ല് വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ. എത്ര രൂപ ടോട്ടൽ? 1560. പിന്നെ മീനൊക്കെ തവാ ഫ്രൈ, കരിമീൻ തവാ ഫ്രൈ 550, ആവോലി തവാ ഫ്രൈ 450. ഓ 250 ഉണ്ടായിരുന്ന 250 ഇല്ല. ശരി, എനിക്ക് നമ്മൾ കഴിച്ചിട്ടില്ല, ഇനി നമുക്ക് അറിയത്തില്ല. ഫിഷിൻ്റെ കരിമീനൊക്കെ നല്ല വിലയാണ്. കിലോ എനിക്ക് തോന്നുന്നു 1000 രൂപ പുറത്തങ്ങണ്ടാന്ന് തോന്നുന്നു കരിമീൻ 1 കിലോ. പാൽക്കപ്പ 110. പാൽക്കപ്പ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു മീൽസ് എത്ര? മീൽസ് 150. അതിനോടൊരു ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു, മീൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, മുടി ഇന്ന് വെട്ടാൻ വേണ്ടി പോകട്ടെ. ഞാൻ ആദ്യം വിചാരിച്ചു മുടി നല്ലോണം വളർത്താം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു. പക്ഷെ വളർന്നു വരുമ്പോൾ മുടി ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, ഏണ കോണ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു പഴയ പോലെ തന്നെ കെട്ടിക്കളയാം. അതുകൊണ്ട് വെട്ടാം. നീ അങ്ങ് അടിച്ചാൽ മതി മുട്ട. ഞാൻ അടിക്കുന്നത് എന്റെ മുടി ഒതുങ്ങി തന്നെ കിടക്കണം. മൃദുലയ്ക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നമ്മളിപ്പോ സലൂണിൽ പോയാലും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം പ്രഗ്നന്റ് ആയിരിക്കും, അങ്ങനെ ചെയ്തൂടാ. പുതിയ എന്തെങ്കിലും ഒരു ഹെയർ സ്റ്റൈല് അങ്ങനെ ചെയ്താലേ ഫ്ലോപ്പ് ആയി കഴിഞ്ഞാലേ വരയൊക്കെ അങ്ങനെ നമ്മളെ ഫേസിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ ഒരു ഇതില്ല, കോൺഫിഡൻസ് ഇല്ല. ഇന്നങ്ങനെ ഇങ്ങനെ ഫുള്ളി ഇങ്ങനെ പറ്റി അടിച്ചിട്ട് അത് എന്തൊരു പേര് പറയും, ഒരു പേര് പറയുന്നത് ബോക്സർ കുട്ടനാണ്. ബോക്സർ എന്തരാ ഒരു സംഭവം പറയാ, ഒരു പേര്, ഒരു മുടിയുണ്ട് പറ്റി അടിച്ചു വെക്കുന്നത്. വെളുപ്പിച്ച് ഇപ്പോഴത്തെ പിള്ളേര് ഈ ഡ്രസ്സിംഗ് സ്റ്റൈലൊക്കെ വേറെയാ, നമ്മുടെ കണക്കൊന്നും അല്ല. അല്ല കൊറിയ ഞാൻ പറയുന്നില്ല. ഈ കൊറിയയുടെ കൂടെ പാലക്കാടിന്റെ പാ ചേർക്കണം. അതെ, അപ്പൊ നല്ല രീതിയിൽ അമ്മ BTS എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വലിയ ഇതൊക്കെ. ഇവിടുന്ന് പിള്ളേർ കുറെ BTSല് കാണാൻ വേണ്ടി ട്രെയിനൊക്കെ പിടിച്ച് പോയ കഥകളൊക്കെ ഉണ്ട്. വീട്ടിൽ പറയാതെ എന്നിട്ട് എങ്ങനെ പോവാനാണോ എന്ത് കൊറിയ ഫ്ലൈറ്റ് ഒന്നുമില്ല, ട്രെയിനിലൊക്കെ ഇങ്ങോട്ടോ അങ്ങനത്തെ പിള്ളേരെ കേസ് പോയി പറയാൻ പറ്റത്തില്ല. അപ്പൊ എന്തായാലും ഈ പറയുന്ന നമ്മള് BTSനെ കളിയാക്കി പറഞ്ഞ നമ്മളെ പൊങ്കാലയുണ്ട്. BTS ആർമിയെ കൊണ്ടുപോകും, ആർമിയും നേവിയെ കൊണ്ടുപോകും. അതുകൊണ്ട് എല്ലാം നല്ലത്. അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്. ആദ്യം നമുക്ക് സലൂണിലോട്ട് പോവാം. എനിക്ക് മുടി വെട്ടണം, ഷേവ് ചെയ്യണം. നിങ്ങൾ ഈ ലുക്ക് കണ്ടോ, ഈ ഒരു ലുക്ക് കണ്ടോ, വേറെ ലുക്ക് ഇന്നാവും. നിങ്ങൾ കണ്ട ഈ ലുക്ക് കണ്ടോ, ഇങ്ങനെ കണ്ടോ. ഇത് വൈകിട്ട് ഒരുമാതിരി ഇല്ല, നോക്ക് ഇല്ല, ഇത്ര ദൂരത്തില്ല. പോലീസ് ഉണ്ട്, പോലീസ് സത്യം. അത് ഞാൻ എന്റെ കയ്യിലല്ലേ ഫോൺ ഇരിക്കുന്നത്. ഈ ലുക്ക് കണ്ടോ, ഈ ലുക്ക് നിങ്ങൾ കണ്ടോ, ഇനി എങ്ങനെ ആവുമെന്ന്. ഈ ലുക്ക് ഫോൺ എടുത്ത് നിങ്ങൾ കണ്ട ഈ മോത കണ്ടോ, വേറെ ആവും. വെയിറ്റ് ആൻഡ് വാച്ച് ഗൈസ്. കളിപ്പാട്ടത്തിന്റെ സൗണ്ട് ഇട്ടുണ്ടോ ആംബുലൻസ്. രാവിലെ എനിക്ക് സത്യം പറഞ്ഞ നേരം പോണത് മുടി വളരുന്നു ഒന്നും അറിയുന്നില്ല. രാവിലെ ആവുന്നു, വൈകുന്നേരം ആവുന്നു. ഇപ്പൊ 1 മാസം പോയി എന്റെ മുടി പെട്ടെന്ന് വളർന്നു. 1 മാസം പോയത് അറിഞ്ഞില്ല. 1 മാസം ആവറായി ഉള്ളൂ. പറഞ്ഞ പെട്ടെന്ന് മുടി വളർന്നു. എനിക്ക് ഒരു 6 വർഷം കൂടെ കഴിയുമ്പോൾ എനിക്ക് 30 വയസ്സായി. ആലോചിച്ച് നോക്കി, ഒരു 5 വർഷം കൂടെ കഴിഞ്ഞാൽ എനിക്ക് 30 വയസ്സായി. ഇതാണ് നമ്മള് സമയം പോണതോ കാലം പോണതോ നമ്മൾ അറിയുന്നില്ല. ഞെട്ടിക്കണേ കേട്ടാ. അങ്ങനോടാ എല്ലാം തീർന്നു, സൺക്രീം ഒക്കെ തീർന്നു. സ്കിൻ കെയർ ഇല്ലേ ഇപ്പൊ ഇല്ല. ഞാൻ ഇപ്പൊ എത്രയും നാളായി മറ്റേ നമ്മൾ ആദ്യം ഇടൂലായിരുന്നു, ആദ്യം ഫേസറും പിന്നെ ടോണർ അങ്ങനെയൊക്കെ എല്ലാം തീർന്നു. ഇനി എല്ലാം മേടിക്കുന്നു. ഞാൻ അന്ന് എന്തോ ഇട്ടപ്പോ സ്റ്റോപ്പ് ക്രീം ഇട്ടപ്പോ നീ എന്നെ എന്തിനാ പറഞ്ഞു? നീ എന്നെ അത് ഞാൻ കേട്ടിട്ട് പോലില്ലേ സ്റ്റോക്ക് ക്രീം ഒന്നും. സ്റ്റോക്കിംഗ് എന്ന് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. സ്റ്റോക്കിൽ ഇട്ടിട്ടുണ്ട്, പൈസ കുറെ പോയിട്ടുണ്ട്. അത് മറ്റേ സിനിമ പറഞ്ഞിടക്ക് അതൊക്കെ ഉണ്ട്. എന്നാലും ഈ സത്യം പറഞ്ഞ സ്റ്റോക്കിംഗ് എന്തിനാ എന്ന് വെച്ചാ എനിക്ക് അറിയത്തില്ല. ഒരു കോഴിത്തരം ഫ്ലേട്ടിങ്. സ്റ്റോക്കിംഗ് എന്ന് വെച്ചാൽ അതൊരു അസുഖമാണോ? അത് സ്റ്റോക്ക് അല്ലേ, ഹാർട്ടിനൊക്കെ വരുന്ന. അത് സ്ട്രോക്ക്.
അത് സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു അസുഖമാണ്. നമ്മൾ ഒരാളെ പുറകെ ഇങ്ങനെ അയാൾക്ക് ഇഷ്ടമല്ലെങ്കിലും മലയാളത്തിൽ അങ്ങനെ പറയല്ലേ. ഓക്കെ, അപ്പം ഈ ബുള്ളറ്റിൽ ഈ സൗണ്ടൊക്കെ പണ്ട് ഇഷ്ടമായിരുന്നു, ഇപ്പം അരോചകമായി തോന്നുന്നു. സത്യം പറഞ്ഞാൽ ഇലക്ട്രിക്കലാ നല്ലത്. ഇപ്പൊ ഏതൊക്കെ വിഷയത്തിലൂടെ നമ്മൾ കടന്നു പോയാൽ എനിക്കറിയാൻ വയ്യ. സത്യത്തിൽ ഇലക്ട്രിക്കല ഒന്നാലോചിച്ചാൽ നല്ലത്. സൗണ്ട് ഇല്ല, പൊല്യൂഷൻ ഇല്ല, ബാറ്ററി ആണെന്നേ ഉള്ളു. സത്യം പറഞ്ഞാൽ കുണ്ടിക്കകത്ത് ബോംബ് വെച്ചിരിക്കുന്ന അവസ്ഥ. സത്യത്തിൽ ഇലക്ട്രിക്കൽ സൈക്കിളാണ് നല്ല സൈക്കിൾ. മുടി വെട്ടിട്ട് വരാം കേട്ടാ. അങ്ങ് വിദൂരയിൽ നിന്ന് കൊച്ചിത് ഇറങ്ങി വരുന്നത് കണ്ടോ സുഹൃത്തുക്കളെ? പക്ഷെ അന്ന് തൊട്ടിയപ്പോ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഇച്ചിരി. ഇന്ന് ഇച്ചിരി ക്ലിഞ്ചോ ആയോ എന്നൊരു ഡൗട്ട്. ഈ ഹെയർ സ്റ്റൈലാണ് നീ പറഞ്ഞ അന്ന്, ഇങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ എടുക്കണോന്ന് പറഞ്ഞ. പക്ഷെ മുടി ഇവിടെ കുറച്ച് ഷോർട്ട് ആക്കണമായിരുന്ന കൂടിയല്ലേ? ആ എന്നൊരു അതല്ല, ഇവിടെ ഇച്ചിരി മുടി ഇങ്ങനെ അടക്കണ് വേണ്ട. ഇവിടെ പറ്റേ അതിന്റെ മണ്ടേ കൂടെ ഇത് കിടക്കണേ. ഇത്രയും വെച്ചിട്ട് ഇങ്ങനെ എടുക്കാതെ ഒരു ലെവലിന് മുടി ഇങ്ങനെ ഇവിടം വരെ വരുന്ന രീതിയിൽ എടുക്കണമായിരുന്നു. അതായത് മണ്ടേന്ന് കുറഞ്ഞ് വരുന്നത്. നീ ഇതെപ്പോ ഇങ്ങനെ, ഞാൻ കണ്ടപ്പോ കുഴപ്പമില്ലായിരുന്നല്ലേ, ഇതെപ്പോ സംഭവിച്ചു? അത് ആദ്യം മയിൽക്കുറ്റി തലയിൽ ഇരിക്കുന്ന ഫീൽ. ഇവിടെ രണ്ട് ചെറുത് വൃത്തികേടായിട്ടൊന്നുമില്ല. മുറിവ് ഇറങ്ങി വരുന്നു. മാറ്റമൊന്നും ഇല്ലല്ലോ. ഞാൻ ഒന്നും ചെയ്തില്ല, സ്പായ ചെയ്തോളൂ. ത്രെഡ് എന്ത് ചെയ്താലും ഞാൻ ഒന്നും ചെയ്തില്ല, പായേ ചെയ്തോളൂ. ത്രെഡ് ചെയ്യാൻ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നോണ്ട് ഞാൻ ത്രെഡും ചെയ്തില്ല. എന്നെ കണ്ടിട്ട് കണ്ട് കുറച്ചുകൂടെ വെട്ടായിരുന്നു. പക്ഷേ ഇനി വെട്ടണ്ട, മുടി അങ്ങ് പെട്ടെന്ന് അങ്ങ് വളരൂലേ. മുഖം ഇത് ക്ലിയർ. ഓ അതാ ഇവിടെ ചുമന്നിരിക്കുന്നു. നേരത്തെ ആയിരുന്നു, ഇപ്പഴാണോ നല്ലത്? ഇപ്പഴാടാ കൊള്ളാടാ, ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. കൊള്ളാം അല്ലേ? പ്രഗ്നന്റ് ആയിരിക്കുമ്പോ ത്രെഡ് ചെയ്തുകൂടാ, ഒന്നും ചെയ്തുകൂടാ. അമ്മയായിരിക്കുമ്പോ അമ്മച്ചി ആയിരിക്കണം, അമ്മയായി കഴിയുമ്പോ നമുക്ക് അതൊക്കെ ചെയ്യാം. ഇപ്പൊ നമ്മൾ അങ്ങനത്തെ മേക്കപ്പ് സാധനങ്ങളൊന്നും ഒരുപാട് ഉപയോഗിച്ചൂടാ അല്ലേ ഗൈസ്? നിങ്ങൾ പറ, അങ്ങനെ ഒന്നും ഉപയോഗിച്ചുകൂടാ. ഇല്ല, മേക്കപ്പ് അങ്ങനെ നമ്മള് ഫേഷ്യൽ അങ്ങനെ ഒന്നും ചെയ്തുകൂടാ. ഈ വെയിലത്തിട്ടിട്ട് കയറണം, നല്ല പുഴുത്ത ഫീലാ. തുറക്ക് നമ്മളെ ഈ കേറണ അങ്ങോട്ട്. ഓ എന്ത് സുഖമില്ലേ നമ്മളിങ്ങനെ വെയിലത്തിട്ടിട്ട് വണ്ടി കയറുമ്പോ ഒരു പ്രത്യേക വൈബാണ് ഗൈസ്. അപ്പൊ ഇനി വേറെ അങ്ങോട്ടും ഫുഡ് കഴിക്കാനാണ് നല്ല വിശപ്പെട്ടാ, കിട്ടില്ല വിശപ്പ്. ഗൈസ് നമ്മള് ലുലുവിലെത്തി കേട്ടോ. ഞാൻ ഇപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഞാൻ പ്രവീണിനെ നോക്കിക്കൊണ്ടിരുന്നത്, ഞാൻ ഇപ്പോഴാണ് എന്റെ വീഡിയോ എടുത്ത് നോക്കിയത്. ഞാനും എല്ലാരും തേച്ചാച്ച്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്രാവശ്യം വെട്ടിയത് ശരിയായില്ല കേട്ടാ. കഴിഞ്ഞ പ്രാവശ്യം സ്ഥലം കൊള്ളത്തില്ല, ആദ്യമൊക്കെ നല്ലായിരുന്നു. ഇപ്പൊ ഭയങ്കര മോശമായിട്ട് വരുന്നുണ്ട്. ഇനി അവിടെ പോകുന്നില്ല കേട്ടോ. നമ്മളിനി വേറെ സ്ഥലം കണ്ടുപിടിക്കണം കേട്ടോ. നിർത്തിയേ. അതുമല്ല ഭയങ്കര എച്ചിത്തരമാണ്. ക്രീമൊക്കെ എടുത്ത് ഇച്ചിരി തേക്കുന്നുള്ളൂ. ഉള്ള കാര്യം ഉള്ള പോലെ പറയണമല്ലോ അല്ലേ? പണ്ട് നല്ല സർവീസ് ആയിരുന്നു. ഇപ്പൊ ആള് കൂടിയപ്പോ അവര് സർവീസ് ഭയങ്കര മോശം. നമ്മള് പേരൊന്നും പറയുന്നില്ല ഇവിടെ. അതേ വിശന്നായിരിക്കുന്നു, അതിന്റെ കൂടെ ഇങ്ങനത്തെ പടവും കൂടെ കാണിക്കും. ടോക്കൺ നമ്പർ 230, അതുകൊണ്ട് സ്ക്രീൻ 220 ആയിട്ടുള്ളൂ. ചിക്കനാ ഇങ്ങനത്തെ പടമൊന്നും ഇടല്ലേ? ബിരിയാണി തീർന്നാണോ നമുക്ക്? നമ്മുടെ നമ്പർ എത്രയാടാ? 237. ഇപ്പൊ 220 ആയതേ ഉള്ളൂ. ഗൈസ് മുറുവനായിട്ട് ചവിട്ടുന്നു, വയറ്റിലേക്ക് ഇട്ട് ചവിട്ടണ്. ചെറുക്കനാന്ന് തോന്നുന്നു കേട്ടോ. രാത്രിയാണോ രാത്രി 1 മണിയാകുമ്പോ ചവിട്ടും തൊഴിയോ അല്ലേടി? ചില നേരം നമുക്ക് ചില നേരം വേദനിക്കത്തില്ലേ? ഇവിടെ പാരങ്ങളിലാണ് വന്നേട്ടാ. പാരങ്ങളിലെ ചിക്കൻ ബിരിയാണി പൊളിയാ. നമ്മൾ 2 ചിക്കൻ ബിരിയാണി പറഞ്ഞു. ജമൈക്കൻ ജെർക്ക് ചിക്കൻ. ഇത് ബീഫാ. ഇതിന്റെ ഭയങ്കര സൗണ്ടാ ഇവിടെ. എയർപോർട്ടാ. നിങ്ങളുടെ ഫ്ലൈറ്റ് 3/4 മണിക്കൂർ ഡിലേ ആണ്. ബോബോട്ടി ഓടിക്കോ, എല്ലാരും ഓടിക്കോ. അയ്യോ ഇതൊക്കെ നോക്കണം. ഇല്ല ഒന്നും പറ്റില്ല, നമ്മളെല്ലാരും സേഫാ. മെനു എടുത്തോണ്ട് പോയാണ്. ഓക്കെ.
എന്താ ശരിക്കുന്ന എന്താ? ഇവിടെ ഏറ്റവും ഫുഡിലെ ഏറ്റവും പ്രൈസ് കൂടുതലുള്ള ഏതാ നോക്കിയാട്ടോ. അപ്പൊ ഈ ഒരു ഐറ്റം തിന്നണ്ടേന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആയിൽ വെക്കുമ്പോ തന്നെ അലിഞ്ഞു പോകും. എനിക്ക് ചവച്ചിരുന്ന ഇഷ്ടം. എനിക്ക് ചവച്ചിരുന്ന ഇഷ്ടമാണ്. ആയിൽ വെക്കുന്ന അലിക്കുന്നതാണ്. പിന്നെ പോലീസ് പിടിച്ചിരുന്നാ പോരെ ഇല്ലേ? എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് എന്ത് കണ്ടാലും ചവച്ച് തിന്നണം. അല്ല വായി വെച്ചിട്ട് അലിഞ്ഞോണ്ട് മിശ്വിയത്ത് മുഷ്കൽ. ഇതൊരു അറബിക് പേരാ തോന്നില്ലേ? പക്ഷെ നമ്മളെ ബീഫ് കബാബാണ് ചോദിച്ചത്, പക്ഷെ ഇല്ലായിരുന്നു. അപ്പൊ നിങ്ങളിത് കണ്ടിട്ട് വിചാരിക്കും നമ്മൾ ഡയറ്റൊക്കെ നിർത്തി വന്നു. ഈ ഒറ്റ ദിവസത്തെ ഒരു മാസത്തിൽ ഒരു ദിവസം ഇതിനൊക്കെ ഫുഡ് അറമാദിക്കാണ്. അപ്പൊ ആ ദിവസമാണ് ഇന്ന് കേട്ടോ. നാളെ തൊട്ട് നമ്മള് പൊട്ടുന്നൊന്നും അറിയുന്നില്ല. തിന്നിട്ട് എന്തിനാ ഉള്ള കാര്യം പറഞ്ഞു. ഉള്ള പൈസക്കൊക്കെ തിന്ന് ആണ് കാര്യമായിട്ട്. ഉള്ള പൈസക്കൊക്കെ ഹാപ്പി ആയിട്ട് തിന്ന് കഴിച്ചിരിക്കുകയാണ്. അതെ, ഇപ്പം ഈ ഒരു പ്രശ്നം വന്നപ്പോൾ എല്ലാവരും മുല്ലപ്പെരിയാറിന്റെ ഒരു പ്രശ്നം വീണ്ടും ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട് അല്ലോ ചോ. അപ്പം മുല്ലപ്പെരിയാർ ഡീകമ്മീഷൻ ചെയ്യണം എന്നാണ് നമ്മളെല്ലാവരുടെയും അഭിപ്രായം. ഇനി എത്ര പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മുല്ലപ്പെരിയാറിന്റെ പിന്നെ എത്ര വർഷം ഇത് പറഞ്ഞേക്കുന്ന? 50 വർഷമാണ് അവർ പറഞ്ഞേക്കുന്നത്. ഇപ്പൊ 127, 129 വർഷമായി. ഇതിനകത്ത് കയറിയിട്ട് 1 മണിക്കൂർ കൂടുതലായി. 1 മണിക്കൂർ കൂടുതലായി. ഇത് ഈ ഫുഡ് ടേബിളിൽ ഇരുന്നിട്ട് ഏതാണ്ട് ഒരു അരമണിക്കൂർ ആവാറായി. ഭയങ്കര ലേറ്റ് കേട്ടോ. നമുക്ക് അതുവരെ കുറ്റം പറയാം. ഇവിടെ ഫുഡ് വരുന്നവരെ കുറ്റം പറയാം. പ്ലേറ്റ് കൊണ്ടുവച്ചില്ല, ഒന്നാമത്തെ കുറ്റം. പിന്നെ വേണ്ട ഈ ഒരു ടി വി ഉള്ളൂ. വേണ്ട എത്ര പേര് ഇരിക്കുന്നത് നോക്കി. ഇത്രയും പേർക്ക് ഒരു ടി വി, അത് മോശമോ? മാത്രം വീഡിയോ ആണിത്. ഒരു ദിവസം നമ്മളെ ഒരു അഴിച്ചുവിടൽ ദിവസമാണ്. അഴിഞ്ഞാട്ടം ഇതാണ് കേട്ടോ സാധനം. അതിന്റെ പേരെന്ന് വായിച്ചേ. ആ ഇത് ഒരു ഗ്ലാസ്സിനൊന്നും ഒരു ക്വാളിറ്റി ഇല്ല. ഇതൊക്കെ തറ വീണ പൊട്ടു. ഇതൊക്കെ ചുമ്മാരും. എടാ എന്തിനാ അത് അർത്ഥമോ? അതെനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതെന്തിനാ അത് എനിക്ക് മനസ്സിലാവുന്നില്ല. ടവർ ഉണ്ടല്ലേ? എടാ ഇത് കോവളം ബീച്ച്. പണ്ട് കോവളം ബീച്ച് മറ്റേ ഇല്ല വാസ്കോഡ ഗാമ ഇതുവഴി പോയപ്പോഴെങ്ങാണ്ട് വരച്ചതാ. വാസ്കോഡ ഗാമ ഇവിടെ ഇല്ലല്ലോ. എന്നാ കോഴിക്കോട് കാപ്പാട് അല്ലേ? ഈ അറിയാതെ ഹിസ്റ്ററി. എടാ ഗാന്ധിജി നമ്മുടെ ആരാടാ? ഗാന്ധിജി നമ്മുടെ ഗാന്ധിജി രാഷ്ട്രപിതാവ്. അപ്പൊ ഈ നെഹ്റു ഫുഡ് ഫാസ്റ്റ് ഫുഡ് ബ്രിങ്. ആ എല്ലാം ഒരുമിച്ചെടുത്തോ. ഫസ്റ്റ് പ്ലേറ്റ് ആ ബിരിയാണി. ഓക്കെ എല്ലാം ഒരുമിച്ച് എടുത്തോളൂ. പിന്നെ ഒന്ന് സെപ്പറേറ്റ് ഒന്നും ആക്കണ്ട. നമ്മളെന്തിനാ പറഞ്ഞു തന്നാ? ആ പുള്ളിക്കാരൻ ഇപ്പൊ അത് വേണമായിരുന്നു. ആ ബുക്ക് വേണമായിരുന്നു. അപ്പൊ അതിനാണ് ഈ ഡയലോഗ് ഒന്ന് അടിച്ചത്. അതും പോയി. ഉള്ള ഒരു മെനു ആദ്യം 2 മെനു എടുത്തോണ്ട് പോയി. 3 മെനു ഉണ്ടായിരുന്നടാ. ആ ഇപ്പൊ കൊണ്ട് തരാതെ. ഇപ്പൊ അവർക്ക് മിക്സറും വേണോന്ന്. അലമ്പ് പിള്ളേരാണ്. ഈ പേപ്പർ കൂടെ അപ്പൊ ഇനി വന്നിട്ട് എടുത്തോണ്ട് പോകും. ആ പ്ലേറ്റ് എത്തി. ഭാഗ്യം. ഈ പ്ലേറ്റിന് ചൂടില്ലല്ലേ? എടേ പോയി കേട്ടോ. അതെല്ലാം പോയി. നമ്മള് ചുമ്മാ ഒരു ഫണ്ണടിക്കുന്നതല്ലേ. എന്നാൽ ഈ പ്ലേറ്റിന് ചൂടില്ലല്ലോ. അന്ന് വന്നപ്പോ ചൂടില്ലായിരുന്നു പ്ലേറ്റിന്. ഇപ്പൊ പ്ലേറ്റിന് ചൂടില്ല കണ്ടോ. അത് എല്ലായിടത്തും അതാ. ആള് കൂടുമ്പോ സർവീസ് മോശവും. വെക്ക ഫുഡ് കൊടുത്താ ഇല്ലെങ്കിൽ ഓരോ അടിമണിക്കും കുറ്റം പറയും. അതാ ഒടുവിലെത്തി. ആ ജമൈക്കൻ എത്തി. കളറൊക്കെ കൊണ്ട് കേട്ടോ. ഹലോ അടിപൊളി. ഞാനോട് കഴിച്ചോട്ടെ. വാ ഇങ്ങോട്ട്. അടിപൊളി കേട്ടോ. വേറൊരു മസാല. അപ്പോൾ നമ്മുടെ മെയിൻ സാധനം നമ്മുടെ പാരഗൺ ചിക്കൻ ബിരിയാണി നോക്കാം കേട്ടോ. നിങ്ങൾ പാരഗണിലെ ചിക്കൻ ബിരിയാണി കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. എന്നാൽ മതി.
ഇന്നത്തെ നിങ്ങളെ വിചാരിക്കുമായിരിക്കും ഇന്നത്തെ വീഡിയോ ഫുള്ള് ഫുഡ് മാത്രമല്ലേ ഉള്ളെന്ന്. അതെ ഗൈസ്, നമ്മുടെ കുറേ നാളത്തെ ഡയറ്റിന് ശേഷം ഇന്നാണ് നമ്മൾ ഒന്ന് ആസ്വദിച്ച് ഫുഡ് കഴിക്കുന്നത്. പുട്ടിങ് എത്തിയിട്ടുണ്ട്. പുട്ടിങ് ഒരെണ്ണം അവക്കാട്, ഒന്ന് കരിക്ക് പുട്ടിങ്. ഇളനീർ. വലിയ ഇലയാണോടാ അത്? ഇനി ഞാനിത് ഫിറോസിക്ക് ഷുഗർ ഒന്നും അത് കേട്ടിട്ടുണ്ടടാ. ഇല്ലേ? സൂപ്പറാ. ഇത് കുറുക്കിയത് പോലൊക്കെ ഫീൽ ചെയ്തു. ഇത് ഭയങ്കര സോഫ്റ്റ് അല്ലേ? മധുരമുണ്ട്. കൊള്ളാട്ടോ, നല്ല ടേസ്റ്റ്. അവക്കാടയും കൂടെ എടുക്കാം. അടിപൊളിയാട്ടോ. കൊച്ചു സ്കിൻ കെയർ ഒക്കെ നോക്കിയാട്ടാ. എന്തൊക്കെ എടുത്ത് ഞാൻ സൺസ്ക്രീന് കൊച്ചു സുന്ദരനാകുമ്പോ മോയ്സ്ചറൈസർ എടുത്തോണ്ടിരിക്കുകയാണ്. എന്തൊരു എക്സസൈസർ മോയ്സ്ചറൈസർ മൃദുലയാണ് എടുത്ത് കൊടുക്കുന്നത്. മൃദുല കൊച്ചുനാണെങ്കിൽ വില കുറഞ്ഞതും വേണം, ക്വാളിറ്റിയും വേണം. ഇവിടുന്നാണെങ്കിൽ എല്ലാം വലുത്. പ്രവീൺ അടിമുടി മാറി. സോപ്പൊന്നും ഇപ്പൊ പറ്റത്തില്ല. ഇനിയിപ്പം എന്തൊരു ബോഡി വാഷ് ആടാ. ഭയങ്കര വില. ഞാൻ വെക്കൂടെ. എത്ര രൂപ വില ഇതിന്റെ വില നോക്കിയാണ്? 1000. എനിക്ക് ചന്ദ്രിക മതി. എനിക്ക് ചന്ദ്രിക മതി. റിയ റെക്കമെൻഡ് ചെയ്ത് എന്റെ ഫ്രണ്ട്. ഷാമ്പൂ കൊണ്ടോ? ഷാമ്പൂ കൊണ്ടോ? ഞാൻ ഇത്രയും പേടിച്ചു കേട്ടോ. കൊച്ചു എന്തൊക്കെ വാങ്ങിച്ച? ഞാൻ സൺസ്ക്രീൻ, റോസ് വാട്ടർ. സൂപ്പറാവാൻ പോവാ. സ്കിൻ കെയർ എനിക്ക് വീട്ടിൽ പോയിട്ട് മറ്റേ അത് വെച്ചാണ് ഷീറ്റ് അടിക്കണം. ഷീറ്റാ? റബ്ബർ ഷീറ്റാ? ആ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വർഷം സോപ്പ് വാങ്ങിച്ചു കുളിക്കാം. അല്ല, നിനക്ക് എന്റെ ആവശ്യം വരത്തില്ല. സോപ്പ് വേണ്ട, കുളിക്കാറില്ലല്ലോ. എന്തിനാ കുളിക്കാൻ? നിനക്ക് എന്തിനാ ബോഡി വാഷ്? എന്തിനാ? നേരെ വീട്ടിലോട്ട് കഴിച്ചപ്പോ നമ്മള് ഫുഡൊക്കെ അടിച്ച് വന്നിട്ട് തിന്നതല്ല. അല്ല, നമ്മൾ കഴിക്കുന്നത് അതിനനുസരിച്ച് വർക്കൗട്ടും ചെയ്യണം കഴിച്ചു. അതെ, ഒരു റൗണ്ട് സെറ്റ് കഴിഞ്ഞ് ഈ 2 സെറ്റ് കൂടി ഉണ്ട് കേട്ടോ. എന്നും 3 സെറ്റ് വെച്ച് കളിക്കും. നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വീട്ടിലേക്ക്. കുറച്ച് സാധനമെല്ലാം മേടിച്ച് പിന്നെ കുറച്ച് നേരം കറങ്ങി. അച്ഛനമ്മ ഇവിടെ ഇല്ല കൈസ്, കുടുംബ വീട്ടിൽ പോയിരിക്കുക. മറ്റേ ബലി സംഭവം. ഇന്ന് അമ്മൂമ്മയുടെ ഒക്കെ ബലി ഇടുന്ന ദിവസം. അതെ അതെ, ഇന്ന് സ്വർഗത്തിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്ന ദിവസം. അതെ അതെ, അങ്ങനെ എന്താ പറയൂല്ലേ? അങ്ങനെയൊക്കെ പറയും. ദൈവം തുറന്നു കൊടുക്കും, അപ്പൊ എല്ലാരും വരും. വേണ്ടപ്പെട്ടവരെ കാണാൻ വരും. ഇടാത്തവര് എന്തൊരു ആത്മാവ് കരഞ്ഞിട്ട് പോകുന്നൊക്കെ രാവിലെ അമ്മയിരുന്ന് പറയുന്നത്. അങ്ങനെ എന്തൊക്കെയാണ് കൈസ്. അങ്ങനെ വിയർത്ത് കുളിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി അടുത്ത 2 റൗണ്ട് കളി കഴിഞ്ഞിട്ട് കുളിക്കണം. അത്രേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. ഞാൻ വാവേന്ന് പറഞ്ഞാൽ ഞാൻ പറയാം. വാവേ കൊച്ചച്ച വന്നേക്കുന്നു. വാവേ എന്തോന്ന് ഇങ്ങനെ തൊടുമ്പോ അറിയണം. 2 സൈഡ് ചൊരണ്ടി ബാക്കിലോട്ട് നോക്ക്. ഞാൻ പിന്നെ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനെ ആക്കിയല്ലോ. ഇനി നമുക്ക് അവിടെ പോകണ്ട കേട്ടോ. നമ്മള് നിർത്തിയേ. ഇഷ്ടപ്പെട്ടില്ല. വിഷമം, നല്ല വിഷമായി. അതുപോലെ നേരത്തെ വെട്ടിയിട്ട് സെറോ ഒക്കെ തേച്ച് ഹെയർ നല്ല സെറ്റ് ചെയ്ത് വരുമായിരുന്നു. ഇത് അതൊന്നും ചെയ്തു തന്നില്ല. ചുമ്മാ ടൂ ബാഡായി പോയി. ഇനി ഊക്കാനോ? ഊക്കിക്കൊണ്ടിരിക്കുക. ഇനി ഊക്കൂട. അവ കരയും. ഇതിന് യാതൊരു മാറ്റമില്ല. ഇത് റൂട്ട് ചെയ്യണം കേട്ടോ. ഈ മുടി പഴയ പണ്ടത്തെ ആ ചകിരി വരുന്നു തലേന്ന്. അതിന് എന്തെങ്കിലും ചെയ്താലേ ഇപ്പൊ ഒന്നും ചെയ്തൂടാ. പിന്നെ മൂക്കുത്തുണ്ടായിരുന്നാ? ആദ്യം ഈ ഉണ്ണി എടുത്ത് കളയണം, അല്ലെങ്കിൽ 2 സൈഡും മൂക്ക് കുത്തിയേക്കെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ ഈ ഉണ്ണി മാറ്റിയിട്ട് ഈ ഉണ്ണി മാറ്റാൻ പറ്റും കേട്ടോ. ഹോസ്പിറ്റലിൽ പോയിട്ട് മാറ്റാം. അമ്മയായില്ലേ? അമ്മയെന്ന് പറയുന്ന ഒരു പ്രിവിലേജ് ആണ്. അതിനൊരു അഭിമാനമാണ്. അമ്മയെന്ന് പറയുന്നത് അമ്മയാണ്. അമ്മയ്ക്ക് തുല്യം അമ്മ മാത്രം. അമ്മയും മഹാമ്മയെ. അതെ, നമ്മൾ ഊക്കുമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഊക്കായിട്ട് ഫീൽ ചെയ്യുന്നത്. നമ്മൾ കാര്യമായിട്ടുള്ള കാര്യമാണ് പറയണത്. എന്തിനാ? എങ്ങോട്ട് എങ്ങോട്ട് എങ്ങോട്ട്? അത് ഭയങ്കര വൃത്തിയാട്ടാ. സാധാരണ നമ്മളെ ബാക്ക് ഇറക്കുമ്പോ നമ്മൾ ഇനി ഇറക്കിയാണ് നമ്മൾ പറയും.
തിരിഞ്ഞാണെന്ന് വേണ്ട. നിന്റെ ലുക്ക് മനപ്പൂർവ്വം ഒരു പക്ഷെ ഫ്രണ്ടിൽ നോക്കുമ്പോ അങ്ങനെ അറിയത്തില്ല കേട്ടാ. നിന്റെ ഫ്രണ്ട് ഒന്നും പറയുന്നില്ല. അറിയാം നല്ലയാ, പക്ഷെ ബാക്ക് ആണ് കുളമായി കളഞ്ഞത്. അപ്പൊ ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്ന സുഹൃത്തുക്കളെ, ഇന്നത്തെ ഫുൾ കറക്കം ഫുഡ് ഡേയൊക്കെ ആയിരുന്നു. നമ്മൾ ഇന്നത്തെ കുറെ നാൾക്ക് ശേഷം നമ്മുടെ ഡേറ്റ് എനിക്കിപ്പോ ഡേറ്റിന്റെ ഓർമ്മയുള്ളൂ. ഡേറ്റിന്റെ ഓർമ്മയുള്ളൂ. അപ്പൊ ഡയറ്റ് ഒന്നും നോക്കാതെ നമ്മൾ ഇന്ന് അറമാഞ്ച് ഫുഡ് കഴിച്ചു, ഡയറ്റ് ബ്രേക്ക് ചെയ്തു. നാളെ തൊട്ട് മധുരം കഴിച്ചു. ഇന്ന് നമ്മൾ ഷുഗർ കട്ട് ചെയ്തു. നമ്മുടെ പുട്ടിങ് കഴിച്ചു കേട്ടോ ഇന്ന്. ഷുഗർ കട്ട് ചെയ്തില്ല, ഷുഗർ കഴിച്ചു നമ്മള്. നമ്മള് ഷുഗർ കട്ട് ചെയ്യുന്നില്ലെന്നുള്ള ഇത് നമ്മള് ഷുഗർ ഡയറ്റ് കട്ട് ചെയ്തു. ഷുഗർ ഡയറ്റ് ഇന്ന് പഞ്ചാര തിന്ന് ഞങ്ങള്. അതെ നമ്മൾ മനഃപൂർവ്വം കഴിക്കണമെന്ന് തോന്നി കഴിച്ചു. അതെ, ഈ മുല്ലപ്പെരിയാറൊക്കെ പൊട്ടി നമ്മളൊക്കെ തീർന്നാ പിന്നെ ഇത് കഴിക്കാൻ പറ്റത്തില്ലല്ലോ. ആരോ ഇന്നലെ ഇന്റർവ്യൂല് ഒന്ന് പറഞ്ഞ് നമ്മളെല്ലാരും ചത്തു പോകുന്നത്. അപ്പൊ നാളെ പോയി വല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് മറ്റന്നാളൊക്കെ പോയാലും കുഴപ്പമില്ല. ഉള്ള സമയത്ത് ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിച്ചിരിക്കുക. നാളെ ഡയറ്റാണ്. ഡയറ്റാ. അപ്പൊ കാശ് അത്രയുള്ള കാശ്. അപ്പം ഹാപ്പി ആയിട്ട് തീരുന്ന ബ്ലോഗ് എന്റെയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. അപ്പൊ പിന്നെ ഇതില് കുറച്ച് മെച്ചമുള്ള ആരെയും താഴെ കമന്റ് ചെയ്യണേ. എന്റെയാണ് ഒരു സമാധാനത്തിന്. എടാ മുറിവാണ്, യാതൊരു മാറ്റവും ഇല്ലല്ലോ.